യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കൊല്ലം ഉത്സവം വരാൻ പോവുക. മുത്തശ്ശി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചറിയിച്ചാൽ മതി. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. അതെ മുത്തശ്ശി, മുത്തശ്ശി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിച്ചാ മതി. ഞങ്ങളുണ്ടാവും കൂടെ. ആ വിൽപത്രത്തിന്റെ കാര്യത്തിലേ എനിക്ക് നല്ല പരാതിയുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ടായിരിക്കണം വിശ്വനാഥൻ അങ്ങനെ ഒരു വിൽപത്രം എഴുതിപ്പിച്ചത്. ഫോൺ ബിസി. എന്തൊരു ബിസിയത്, എപ്പോ വിളിച്ചാലും ബിസി. എന്താ അമ്മയെ ആരെയും ഫോണിൽ കിടന്ന് വിളിക്കുന്നത്? ഓ, നിന്റെ അച്ഛനെ തന്നെയാ. എപ്പോ വിളിച്ചാലും അങ്ങോട്ട് ഫോൺ ബിസിയാ. എന്തിനാ ഇപ്പൊ അങ്ങേരെ വിളിക്കുന്നത്? ആ, നീ അറിഞ്ഞില്ലേ? മരുവത്തൂർ തറവാടില്ലേ നിന്റെ മുറപ്പെണ്ണ് വ്രതം പിടിക്കുവാ. അതും ജലപാനം പോലും ഇല്ലാത്ത വ്രതം. ആര്? ദർശനയോ? അവള് തന്നെ. കൂടെ ആ 8.5 പൊട്ടനും ഉണ്ട്. ആര്? രൂപേശോ? കൊള്ളാം. 24 മണിക്കൂറും തീറ്റിന്ന് ചിന്തിച്ചു കിടക്കുന്ന രൂപേഷ് ജലപാനം പോലും ഇല്ലാതെ വ്രതം എടുക്കാൻ. ഇന്ന് ഏപ്രിൽ ഫൂൾ ആണോ അമ്മേ? എടാ മോനെ, ഒരു മനുഷ്യൻ ഏതു ഭാരവും തലയിലേറ്റുന്നത് ബന്ധങ്ങളുടെ കെട്ടുപാടില്ല. അവൻ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ അതെന്നും അവന്റെ നാവിലെ മുലപ്പാലിന്റെ മണം മാറാത്തതുകൊണ്ടാ. മാതൃസ്നേഹം. ഇപ്പോ വിൽപത്രത്തിലൂടെ മരുവത്തൂരിലെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശി ദർശനയായി കഴിഞ്ഞു. നകുലൻ പോലീസിന് കിട്ടുന്ന ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാ നമ്മൾ ഇതുവരെ ശ്രമിച്ചത്. പക്ഷേ ആ തുക എവിടെ കിടക്കുന്നു? ദർശനയ്ക്ക് ഇപ്പോ കിട്ടാൻ പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ എവിടെ കിടക്കുന്നു? എന്തായാലും രണ്ടും നമുക്ക് വേണം. അതിന് ഒഴിഞ്ഞു മാറേണ്ടവർ ഒഴിയണം. അല്ലെങ്കിൽ ചെവിക്ക് ചെവി അറിയാതെ ഒഴിവാക്കണം. എടുത്തുചാടിയല്ല. വിതച്ചത് വെറുതെ അങ്ങ് വിളഞ്ഞു വരുമെന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരവാ. വിതച്ചതിന് കൃത്യസമയത്ത് വെള്ളവും വളവും കൊടുക്കണം. അതുമാത്രം പോരാ, കാലാവസ്ഥ കൂടി അനുകൂലമാവണം. അതിന് കാത്തിരിക്കണം. രൂപേഷ് കഴിഞ്ഞാൽ അവൾക്ക് നമ്മളായിരിക്കണം പ്രിയപ്പെട്ടവര്. നമ്മൾ അവളോട് ഇത്രയും നാള് കാണിച്ച ക്രൂരതകളൊക്കെ അവള് മറക്കൂന്നാണോ അമ്മ പറയുന്നത്? അതാ ഞാൻ പറഞ്ഞത്, കാത്തിരിക്കാൻ. നിന്നെ ചിരിപ്പൂരി അടിക്കാൻ ധൈര്യം കാണിച്ച അവളെ എനിക്ക് തിരിച്ചടിച്ചാ പോരാ, കൊള്ളിവെക്കണം. അതിന് അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ആ പൊട്ടൻ ചെറുക്കനെ തല്ലിക്കൊന്നിട്ട് നിന്നെ കൊണ്ട് അവളെ 2ാം കെട്ട് കെട്ടിച്ചു കൊണ്ടുവന്ന് എന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാ ഇനി നീക്കാനുള്ളത്. അതിനുള്ള ആയുധം സ്നേഹം നടിക്കല. ഇന്നു മുതല് നമ്മള് അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാൻ പോവാ. അതിന് നിനക്ക് നല്ലൊരു ജോലി സംഘടിപ്പിക്കണം. നീ എന്തു പറയുന്നു? ഞാൻ എന്ത് പറയാ? അമ്മയുടെ വാക്കുകൾ എനിക്കൊരിക്കലും വെറും വാക്കുകളല്ലല്ലോ, വേദവാക്യങ്ങളല്ലേ. ഈ നിമിഷം മുതല് ഞാൻ സൽസ്വഭാവിയും സാത്വികനുമായിട്ട് അഭിനയിച്ച് തകർക്കാൻ പോവാ. ഓ, അഭിനയിക്കാൻ നീ? എടാ, അറിയാവുന്ന വല്ല പണിയെടുത്ത പോരെ? അഭിനയിച്ച് കോളവാക്കാതിരുന്നാ മതി. ദേ, അവളെ അറിയാലോ നിനക്ക്. അതെ, അമ്മയുടെ ATM കാർഡ് ഞാൻ എടുത്തിട്ടുണ്ടേ. അയ്യോ എടാ, അതവിടെ വെച്ചിട്ട് പോടാ. ഓ, ഈ ചെറുക്കന്റെ ഒരു കാര്യം.
ദർശന് അതെ, ഈ പഴമൊക്കെ ഇനി എടുത്ത് മാറ്റാലോ അല്ലേ? അല്ല, ഇതൊക്കെ രാവിലെ തൊട്ട് ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടെങ്കി വേണ്ട, പ്രാർത്ഥിച്ചോ. അയ്യോ, അമ്മേ, എന്റെ വിളി കേട്ടല്ലേ അമ്മ ഉണർന്നത്? ആ വിളി ബോധം കെട്ട് കിടന്ന അമ്മ കേട്ടത് എങ്ങനെയാ പറ? ഈ ദർശന പറഞ്ഞ വിളിച്ച വിളി കേൾക്കുന്ന വിളപ്പുറത്ത് അമ്മ കാരണം. എന്റെ അമ്മയെ രക്ഷിച്ച ദേവിക്ക് വേണ്ടി ഞാനും വ്രതം എടുക്കുക. ദർശനെ, ഇത് നമ്മൾ രാവിലെ തുടങ്ങിയതല്ലേ, ഇനി എപ്പ തീരും? രൂപേഷേട്ടാ, ഞാൻ രൂപേഷേട്ടനോട് പറഞ്ഞല്ലേ വ്രതം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടാന്ന്. ദേ, ഇങ്ങനെ കൂടെ കൂടെ ചോദിക്കരുത്, ദൈവകോപം കിട്ടും. പ്രാർത്ഥിച്ചു. രൂപേഷേട്ടാ, ഇത്രയൊക്കെ ആയില്ലേ, ഇനി കുറച്ചു നേരം കൂടെ അല്ലേ ഉള്ളൂ, അതോടെ ക്ഷമിക്ക്. അതെ, ഈ വയറ്റിലൊക്കെ എന്തോ ഒരു ആന്തല് പോലെ. ഇതിനറിയില്ലല്ലോ ദർശനെ നമ്മൾ വ്രതം പിടിക്കുകയാണെന്ന്. അല്ല, ഇതിനെങ്ങനെ ഒരു പഴം എടുത്ത് കൊടുത്തിരുന്നെങ്കിലേ, അല്ല ദൈവത്തിന്റെ മുന്നിലിരിക്കുന്ന പഴമാകുമ്പോ കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല, അതൊന്നും പാടില്ല അല്ലേ? ഒരു ദിവസം ഉപവാസം പിടിക്കുമ്പോ താങ്ങാത്ത വയറിന് ഒരു പഴം പോലും കൊടുക്കാൻ പാടില്ല. ആഹാ, അത്രയ്ക്കായോ? എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ. ദർശനം പ്രാർത്ഥിച്ചോ. അയ്യോ, രൂപേഷേട്ടാ, രൂപേഷേട്ടാ എന്ത് പറ്റി? രൂപേഷേട്ടാ, അയ്യോ രൂപേഷേട്ടാ, എഴുന്നേക്ക്. രൂപേഷേട്ടാ, രൂപേഷേട്ടാ.